ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഹെർബും കൊണ്ടുള്ളൊരു ജ്യൂസ് പരിചയപ്പെടാം. ഇതിന് വേണ്ടത് ആവശ്യമായത് നാരങ്ങ വേണം, നാരങ്ങയുടെ നീരാണ് വേണ്ടത്. പിന്നെ പഞ്ചസാര, പിന്നെ നമ്മൾ പറഞ്ഞ ഹെർബ് എന്ന് പറയുന്നത് പനിക്കൂർക്കയാണ്. പിന്നെ വേണ്ടത് പുതിനയില, പിന്നെ ജ്യൂസിന് ആവശ്യമുള്ള സോഡ. പിന്നെ ഇതെല്ലാം അരച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറ് വേണം നമുക്ക്. ആദ്യമേ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ പറയുന്നതെല്ലാം ഒന്നിച്ചിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട്. കൂടെ ഒരു പിഞ്ച് പുതിനയില. ഇത് ഒരു ടേസ്റ്റിന് ഫ്ലേവറിന് വേണ്ടിയൊക്കെ ഇടുന്നതാണ്. പിന്നെ വേണ്ടത് നമുക്ക് പഞ്ചസാര, നാരങ്ങ നീര് നമുക്ക് പിഴിഞ്ഞ്, അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മതി നാരങ്ങയുടെ. അത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് തന്നെ പിഴിഞ്ഞ് ഞാൻ ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പഞ്ചസാര, ആവശ്യമായ പഞ്ചസാര. ഈ പഞ്ചസാര മീൻസ് പഞ്ചസാര സ്ഥാനത്ത് വേണ്ടവർക്ക് വേണമെങ്കിൽ ഉപ്പ് യൂസ് ചെയ്യാം ആവശ്യമായ രീതിയിൽ. കാരണം നാരങ്ങ വെള്ളം ഒക്കെ പിഴിഞ്ഞ് ഒഴിക്കുമ്പോൾ നമ്മൾ ഉപ്പിടുന്ന പോലെ തന്നെ, ഉപ്പിട്ട് കുടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ജ്യൂസിനും അങ്ങനെ തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ഇട്ടത്. എന്നിട്ട് ഇത് നല്ലോണം മിക്സിക്കകത്തിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇത് നമുക്കൊരു ചെറിയ ലൂസ് പരുവത്തിലായിരിക്കും കിട്ടുക. മിക്സി നല്ലോണം അരച്ചു. ആ ഒരു പനിക്കൂർക്കയും പുതിനയിലയും എല്ലാം കൂടെ ഉള്ളത് നല്ലോണം ഞാൻ അരച്ചെടുത്ത പരുവം വേണ്ട ഇത്രയുമാണ്. ഞാനിപ്പോൾ ഒറ്റയൊരു ഗ്ലാസ്സിനുള്ള ഇത് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാനിത് നല്ലോണം അരിച്ചെടുക്കുകയാണ്. കാരണം അതിൻ്റെ ആ കൊന്തൊക്കെ നമുക്ക് കടിക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഫീൽ വരും. അതുകൊണ്ട് അത് അരിച്ചെടുത്ത് മാറ്റി കറക്റ്റ് ഒരു ഗ്ലാസ്സിനുള്ള ജ്യൂസാണിത്. അതിൻ്റെ അകത്തേക്ക് നല്ല തണുത്ത സോഡ ഒഴിച്ച് ഇത് കുടിക്കാൻ നല്ലൊരു ജ്യൂസാണ്, നല്ലൊരു റിഫ്രഷിങ് ജ്യൂസാണ്. പിന്നെ ഹെർബ് ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും കൊടുത്താലും